ഇനി നമുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പുട്ടുണ്ടാക്കുന്നത് ഇനി നോക്കാം. ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അജി. അവർ കുവൈറ്റിലാണ് താമസിക്കുന്നത്. അവർ പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. ഞാൻ ഇതേപോലെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് നമ്മൾ കാലത്ത് ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴും പുട്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ സാധാരണ നമ്മൾ പുട്ട് നനച്ചെടുക്കുമ്പോൾ പുട്ട് പൊടിയിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് പൊടി നനച്ചെടുക്കുന്നത്. പക്ഷേ ഇതിലേക്ക് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേവിച്ചെടുത്തേക്കുന്ന ചോറാണ് ചേർക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്ന ഏത് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇത് 1 കപ്പിന് 2 ടേബിൾ സ്പൂൺ ചോറും മതിയാവും. എന്നിട്ട് ഈ ഗോതമ്പ് പൊടിയും ചോറും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ പുട്ടാക്കാന്ന്. ഈ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ റൈസ് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ വൈറ്റ് റൈസാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾ കഴിക്കണ ഏത് റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. അത് റൈസ് ഇടുമ്പോൾ ഒരുപാട് ഇടരുത്. ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ആദ്യത്തെ 1 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് അളവും മനസ്സിലാവും. ഒരു പിടി റൈസ് ചേർക്കുക. ഞാൻ അതിലേക്ക് ഇത്രയ്ക്ക് റൈസ് ചേർത്തിട്ടുണ്ട്. റൈസ് വളരെ കുറച്ച് മതിയാവും. ഇതൊന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ ഗോതമ്പ് പൊടിയും ചോറും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നനവ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഉരുട്ടി നോക്കുമ്പോൾ ഇതേപോലെ ഉരുള പോലെ കിട്ടണം. ഇതാണ് പുട്ടുപൊടിയുടെ നനവിൻ്റെ കറക്റ്റ് ഭാഗം. ഇപ്പം നമ്മളിതിങ്ങനെ പൊടിച്ചിടുമ്പോൾ അത് നല്ല പൊടി പോലെ പൊടിഞ്ഞു പോവുകയും വേണം. കട്ട പിടിച്ച പോലെ ഇരിക്കരുത്. കട്ട പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോറ് കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം നനച്ചതിനെ കുഴക്കണമെന്നുണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും വേണം. അത് നമ്മൾ എന്നിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുകയും വേണം. പിന്നെ അത് പിടിച്ചിടുമ്പോൾ ഇതേപോലെ നല്ല പൊടിയായിട്ട് ഇങ്ങനെ വിട്ടു പോവുകയും വേണം. ഇതാണ് ശരിക്കും പുട്ടിൻ്റെ കറക്റ്റ് നനവ്. അപ്പം നിങ്ങൾ ഇതിലേക്ക് ചോറ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചോറ് ചേർക്കുക. ഇത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോറൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ചോറ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഈ പുട്ടിൻ്റെ പൊടി കണയിലേക്ക് ഇടുക. ആ പുട്ടിൻ്റെ പൊടി നിങ്ങൾ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കുമ്പോൾ പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കണം. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പുട്ടിൻ്റെ കണ ഇടുക. ഇതിലേക്ക് പുട്ടിൻ്റെ ചില്ലിടുക. എൻ്റെ പുട്ട് ഉണ്ടാക്കണ ചില്ല് കാണാനില്ല. ഞാനെൻ്റെ ഒരു നൂലപ്പത്തിൻ്റെ ഇതേപോലത്തെ ഒരു ചില്ല് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് പുട്ട് ലാസ്റ്റ് കുത്തിയെടുക്കുമ്പോൾ ശരിക്കും വരുമെന്ന് വിചാരിക്കുന്നു. ഇട്ട് നോക്കാം. ഈ പുട്ടിൻ്റെ കണയിലേക്ക് ആദ്യം തന്നെ തേങ്ങ ചേർക്കാം. ഈ പൊടി നനച്ചെടുത്തത് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പൊടിയും 2 ടേബിൾ സ്പൂൺ തേങ്ങയും വെച്ച് ചേർക്കാം. അല്ലെങ്കിൽ തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് പുട്ട് നനച്ചേക്കുന്ന പൊടി ചേർക്കാം. ഈ പുട്ടിൻ്റെ പൊടി ഈ പുട്ടിൻ്റെ കണയിലേക്ക് ചേർക്കുമ്പോൾ ഒരു സമയത്തും തിക്കി നിറച്ചിട്ട് ചേർക്കരുത്. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ പുറത്തേക്ക് പോവില്ല. അപ്പോൾ പുട്ട് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ചിലർ പറയാറുണ്ട് ചിലർ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് ശരിക്കും വേവാറില്ലാന്ന്. പുട്ട് വേവാതിരിക്കാൻ വേണ്ടിയിട്ട് 3 കാരണമാണ് ശരിക്കും ഉള്ളത്. പുട്ടിൻ്റെ പൊടിയിൽ നനവ് കുറവാണെങ്കിൽ നമ്മൾ എത്ര നേരിട്ട് പുട്ട് വേവിച്ചാലും പുട്ട് വേവില്ല. പിന്നെ പുട്ടിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും സ്റ്റീം ചെന്നിട്ടില്ലെങ്കിലും പുട്ട് വേവില്ല. പിന്നെ പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു സമയത്തും സ്പൂണും കൊണ്ട് ഇങ്ങനെ കുത്തി നിറച്ചിട്ട് ഫില്ല് ചെയ്യരുത്. അങ്ങനെ ചെയ്താലും ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റീം ശരിക്കും വരില്ല. പൊടി ഇതേപോലെ ഫില്ല് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യവും ഏറ്റവും ലാസ്റ്റും തേങ്ങ വരണം. ഇത് മൂടി വയ്ക്കാം. ഞാനിവിടെ കുക്കറിൻ്റെ
വിസിൽ ഊരിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചെടുക്കുന്നത്. പുട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ വിസിൽ ഊരുക. ആ വിസിലിൻ്റെ മുകളിൽ വേണം ഈ പുട്ടിൻ്റെ ഈ കണ വെക്കാൻ വേണ്ടിയിട്ട്. ഈ പുട്ടിൻ്റെ കണയുടെ ഉള്ളിലും ഒരു ഹോളുണ്ട്. ആ ഹോള് ഈ വിസിലിൻ്റെ മുകളിൽ വരണം. ഈ പുട്ട് വെന്തത് അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുട്ടുകണയുടെ മുകളിലായിട്ട് ഇതേപോലെ ചെറിയ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആവി നന്നായിട്ട് വരണം. അപ്പോൾ ആവി ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യം ആവി വരുമ്പോൾ തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്യരുത്. ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ആവി നന്നായിട്ട് പുറത്തേക്ക് വരണം. എന്നാൽ മാത്രമേ പുട്ട് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതേപോലെ ആവി വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആവി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുട്ട് പുറത്തേക്ക് എടുക്കാം. ഇതേപോലെ പുട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന പുട്ടാണിത്. കാലത്ത് ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴും പുട്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനത് പറയാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.